മുസ്ലിം ഉമ്മത്ത് ഈമാനുള്ളവരാണോ എങ്കിൽ അവർ ഉലമാഇനെ ആദരിക്കുന്നു, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. ഒരിക്കലും ഒരു ആലിമിന്റെ മനസ്സിൽ ശരിയായ ആലിമാണെങ്കിൽ ഞാനൊരു പണ്ഡിതനാണെന്ന ഹുങ്കുണ്ടാവൂല. മറിച്ച് പടച്ച റബ്ബേ, അറിവുള്ളതോടുകൂടി എന്നിൽ പല അബദ്ധങ്ങളും വന്നിട്ടുണ്ടല്ലോ, എന്റെ സ്വന്തം ജീവിതത്തിൽ പല തെറ്റുകളും വന്നിട്ടുണ്ടല്ലോ, അതിന് നീ എന്നെ ശിക്ഷിക്കുമോ എന്ന ഭയത്തിലായിരിക്കും പണ്ഡിതന്മാർ. ഇതേപോലെ സയ്യിദന്മാർ, അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന സയ്യിദന്മാർ, അവരും എപ്പോഴും ഞാൻ ഉപ്പാപ്പയുടെ മുന്നിൽ കുടുങ്ങിപ്പോകുമോ എന്ന ഭയത്തിലായിരിക്കും. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്. ആ അബൂ ഹനീഫ തങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ പറയുന്നു, കണ്ടോ പോകുന്നത് ആരാണ്? അബൂ ഹനീഫയാണത്. രാത്രി മുഴുവനും എഴുന്നേറ്റ് നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്ന ആളാണ് എന്ന് പുകഴ്ത്തി പറയുമ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നടുങ്ങിപ്പോകുന്നു. അവിടുന്ന് രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിക്കാറില്ല, കുറഞ്ഞ സമയം ഉറങ്ങാറുണ്ട്, രാത്രിയുടെ പകുതി സമയം സുന്നത്ത് നിസ്കാരത്തിൽ ചെലവഴിക്കാറുണ്ട്, ഒരു പകുതി സമയം വിശ്രമിക്കാറുമുണ്ട്. അങ്ങനെയാണ് പതിവ്. മഹാനവറുകൾ അത് കേട്ടപ്പോൾ നടുങ്ങിപ്പോകുന്നു. പടച്ച റബ്ബിനോട് പറയുന്നു, അല്ലാഹ്, എനിക്കില്ലാത്ത മഹത്വം അതാ വിളിച്ചു പറയുന്നു, അതിന്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുതേ അല്ലാഹ്. ശരിയായ ആലിമീങ്ങൾ അങ്ങനെ, അവർക്ക് എപ്പോഴും അവരുടെ ആഖിറത്തിന്റെ വിഷയത്തിലുള്ള പേടിയാണ്. ഇതുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു മഹാനായ സയ്യിദായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ചില്ലറക്കാരനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഭരണാധികാരി മന്ത്രിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ജഅഫറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രിക്ക് തോന്നി ഈ വിളി ശരിയായ വിളിയല്ല, ഇതെന്തോ മൂപ്പര പേരിൽ എന്തോ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. മന്ത്രി പറഞ്ഞു, അല്ലയോ രാജാവേ, നമ്മളെന്തിനാണ് അയാളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അദ്ദേഹം ഏതോ ഒരു സ്ഥലത്തിരുന്ന് ഇബാദത്തെടുത്ത് അദ്ദേഹത്തിന്റെ കാര്യമായിട്ട് കൂടില്ലേ, നമ്മളെ രാഷ്ട്രീയത്തിലൊന്നും അയാൾ ഇടപെടുന്നില്ലല്ലോ, നമ്മളെന്തിനാണ് അയാൾക്കെതിരായിട്ട് നീങ്ങുന്നത്? അപ്പോ മന്ത്രിയോട് വിളിച്ചു കൊണ്ടുവരാനാ പറഞ്ഞത്. അപ്പൊ പിന്നെ മന്ത്രി പോയി. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു വിളിക്കാൻ പോയപ്പോ കൊട്ടാരത്തിലുള്ള പരിചാരകന്മാരോടും അടിമകളോടൊക്കെ രാജാവ് പറഞ്ഞു, ഞാന് എന്റെ തലയെക്കിട്ട് അല്ലെങ്കിൽ കിരീടം ഞാനൊന്ന് നന്നാക്കാൻ വേണ്ടി, ഒന്ന് പൊക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ നിങ്ങൾ ജഅഫറിനെ വെട്ടിക്കൊള്ളണം. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ മന്ത്രി വിളിക്കാൻ ചെന്നപ്പോ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പോയി. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു തീവ്രവാദിയും ഭീകരവാദിയൊന്നുമല്ല, ഭരണാധികാരിയെ വിളിക്കാൻ ചെന്നപ്പോൾ ചെന്നങ്ങ് കയറുമ്പോ നല്ല ജോറായിട്ട് കസേരയിലിരിക്കുന്ന രാജാവ് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു കയറി വരുന്നത് കണ്ടപ്പോ നേരെ എഴുന്നേറ്റ് ചെന്ന് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് ചുംബിച്ചു. കൈയും ശരീരമൊക്കെ ചുംബിക്കാണ്. പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്നിട്ട് കസേരമേൽ അവിടെ ഇരുത്തി. രാജാവ് നിലത്തവിടെ ഇരുന്നു. അവിടത്തേക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ ശല്യം ചെയ്യാതിരുന്നാ മതി, വേറൊന്നും വേണ്ട, എന്നെ ശല്യം ചെയ്യാതിരുന്നാ മതി, ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളും. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ വളരെ ആദരവോടെ ഭരണാധികാരി കയ്യും പിടിച്ചു കൊണ്ടുപോയി വാഹനത്തിൽ കയറ്റിവിട്ടു. കഴിയുമ്പോഴേക്ക് ഭരണാധികാരി മറിഞ്ഞങ്ങ് വീണു. അതേ ഇമാം ഇബ്നുൽ ലത്താർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രേഖപ്പെടുത്തുന്നു,
3 നിസ്കാരത്തിന്റെ സമയം അല്ലെങ്കിൽ 3 ദിവസം 2 റിപ്പോർട്ടുണ്ട്. രാജാവിന് ബോധമില്ല. ബോധം തെളിഞ്ഞതിന് ശേഷം മന്ത്രി സമീപത്തി എന്ന് ചോദിച്ചു, എന്താ സംഭവിച്ചത്? ആകെ അത്ഭുതമാണല്ലോ, കൊല്ലാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് ആദരിച്ച് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ, അതിന്റെ പുറമെ ബോധം കെട്ട് വീടിരിക്കുകയാണല്ലോ, എന്താ സംഭവിച്ചത്? അപ്പോഴാണ് ഭരണാധികാരി പറഞ്ഞു, അദ്ദേഹം കയറി വന്നപ്പോൾ ഒരു വലിയ പാമ്പ്, ആ പാമ്പിനെ ഞാനിങ്ങനെ കാണുകയാണ്. ആ പാമ്പ് എന്നെയും എൻ്റെ കൊട്ടാരവും ഒന്നടങ്കം വയറ്റിലാക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പരമാവധി ബഹുമാനവും ആദരവും കൊടുത്ത് ഞാൻ തിരിച്ചയച്ചു. അദ്ദേഹം പോകുന്നത് വരെ എൻ്റെ മനസ്സ് പതറിയില്ല. അദ്ദേഹം സദസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ പതറിപ്പോയി, ഞാൻ ബോധം കെട്ട് വീണുപോയി. ഓ സുഹൃത്തുക്കളെ, ഇത്രയും വലിയ മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിൽ വലിയ പ്രമുഖനാണ്. പക്ഷേ സ്വഭാവം എത്ര ലോലമാണെന്നറിയോ? വളരെ സൗമ്യമായ പെരുമാറ്റം, ആരോടും ചൂടാകലില്ല, ആരോടും വെറുപ്പ് പിടിക്കലില്ല. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഇങ്ങനെ ഒരു സദസ്സിലിരിക്കുമ്പോ ഒരാളിങ്ങനെ തിരിഞ്ഞും പറഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. എന്താ സംഗതി എന്നറിയോ? അയാളുടെ ഒരു ബാഗ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു സംശയം, അത് എടുത്തത് ഇയാളാണോ? ആരെപ്പറ്റി? ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ആണോ എടുത്തതെന്നൊരു സംശയം. ജഅഫർ സാദിഖ് റളിയല്ലാഹുവിന്റെ അഡ്രസ്സോ ജഅഫർ സാദിഖ് റളിയല്ലാഹു ആരാണെന്നോ ഒന്നും ഇയാൾക്കറിയില്ല. ഇയാളുടെ സാധനം പോയി പോയപ്പോ കൂട്ടത്തിൽ കണ്ട ഒരാളെ സംശയിച്ചു. അങ്ങനെ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ സംശയം. സുബ്ഹാനല്ലാഹ്, ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു തോന്നി ഇയാൾക്ക് എന്നെ സംശയമുണ്ട് എന്ന് തോന്നി. എന്താ ചെയ്തത്? ശപിച്ചോ? ഇല്ല. ചൂടായോ? വെറുപ്പിടിച്ചോ? ഇല്ല. പിന്നെന്താ ചെയ്തത്? ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, എന്റേത് എന്താ നഷ്ടപ്പെട്ടു പോയത്? എന്റേതോ 1000 സ്വർണ്ണ നാണയം പോയിട്ടുണ്ട്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി 1000 സ്വർണ്ണ നാണയം എടുത്തുകൊണ്ടുവന്ന് അങ്ങ് കൊടുത്തു. നമ്മളാണെങ്കിലോ, നമ്മളാണ് കട്ടത് എന്ന് അയാൾ സംശയിച്ചു എന്ന് വന്നാൽ അദ്ദേഹത്തിന് നമ്മൾ പിന്നെ സംഖ്യ കൊടുത്താൽ ഉറച്ചില്ലേ നമ്മൾ തന്നെയാണെന്ന്. അതുകൊണ്ട് നമ്മളെ പണിക്ക് നിൽക്കുവോ? മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചിന്തിച്ചില്ല. അദ്ദേഹത്തിന്റെ മനസ്സിനൊരു വിഷമം വേണ്ട. അദ്ദേഹത്തിന് 1000 ദീനാർ അങ്ങ് കൊടുത്തു. അദ്ദേഹം അത് കിട്ടിയപ്പോ സന്തുഷ്ടനായി. അദ്ദേഹത്തിന്റെ മനസ്സ് സമാധാനിച്ചു. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ദുനിയാവിന് വില കൽപ്പിച്ചിട്ടില്ല, പണത്തിന് വില കൽപ്പിച്ചിട്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോ പണം പോയ മനുഷ്യന്റെ ബാഗ് തിരിച്ചു കിട്ടി. ബാഗ് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടി. തുറന്നു നോക്കുമ്പോ 1000 ദീനാറും അതിലുണ്ട്. ഇയാള് സങ്കടത്തോടെ വന്നു. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അപ്പോഴും പരിചയമില്ല. വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 1000 ദീനാർ നിങ്ങൾ തിരിച്ചു വാങ്ങണം. എന്റെ സ്വർണ്ണ നാണയവും ബാഗും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഞാൻ കൊടുത്തത് തിരിച്ചു വാങ്ങാറില്ല. ഏറ്റവും വലിയ തറവാടിത്തമാണത്. ഏറ്റവും വലിയ തറവാടിത്തമാണത്. ഖുറൈശി തറവാടാണ്, നബി കുടുംബമാണ്. ഏറ്റവും വലിയ തറവാടിത്തമാണത്. കൊടുത്തത് ഞാൻ തിരിച്ചു വാങ്ങുന്ന പതിവില്ല. ഇത്ര നല്ല സ്വഭാവക്കാരനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വരുന്നു ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു. അന്നത്തെ കാലത്ത് വലിയ വഅദ് പറയുന്ന പണ്ഡിതനാണ്. സമീപത്ത് വന്നിട്ട് വിളിക്കുകയാണ്, യബ്ന റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നോമന മകനായവരെ, ഫഇന്ന ഖൽബി ഖദ് സുവദ്ദാ, എന്റെ ഹൃദയം കറുത്തുപോയി. ഞാൻ വഅദ് പറയാറുണ്ട്, ഞാൻ ഇൽമു പ്രചരിപ്പിക്കാറുണ്ട്. അതിന്റെ പേരിൽ പലരും ആദരിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ
മനസ്സിന്റെ ഉള്ളിൽ ആ പണ്ഡിതന്റെ മനസ്സിൽ ഞാനൊരു നല്ലവനാണെന്ന ചിന്തയില്ല. ആ മഹാനായ സയ്യിദിന്റെ മുമ്പിൽ പറയാണ്, എന്റെ ഹൃദയം കറുത്തുപോയി. യാ അബാ സുലൈമാൻ ലാ ഹാജത ലക ഇലാ ബഅദി. ഓ അബൂ സുലൈമാൻ, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ഇൽനി, എനിക്കൊരു വഅദ് പറഞ്ഞു തരണം, എന്റെ മനസ്സ് കറുത്തുപോയി എന്ന്. അങ്ങനെ ഞാൻ വഅദ് പറഞ്ഞു തരേണ്ട ആളൊന്നുമല്ല. നിങ്ങൾ ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഭൗതിക വിഷയങ്ങളെ പരിത്യജിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പണ്ഡിതനാണ്. ദാവൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യബ്ന റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായ എന്റെ മകനായവരെ, ലക്കും ഫദ്ലുൻ അലാ ജമീഇൻ നാസ്, നിങ്ങൾക്ക് സർവ്വ ജനങ്ങളെക്കാളും ആദരവുണ്ട്. വകലാമുകും മഖ്ബൂൽ, നിങ്ങളെ വാക്ക് വളരെ സ്വീകാര്യയോഗ്യമാണ്. വല്ലമലു ബിഹി ലാസിം, നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കണേ, എന്റെ മനസ്സൊന്ന് നന്നാകട്ടെ. അപ്പോൾ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു മറുപടി, യാ അബൂ സുലൈമാൻ, ഓ അബൂ സുലൈമാൻ ദാവൂദ് ത്വായി, ഇന്നി ലഅഖാഫു മിൻ അയ്യാതിബനി ജദ്ദീ, ഞാൻ എന്റെ കാര്യത്തിൽ ബേജാറിലാണ്. എന്റെ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമന മക്കളിൽപ്പെട്ട ആളാണ് ഞാനെന്നും പറഞ്ഞ് നടന്നിട്ട് എന്റെ ഉപ്പാപ്പ എന്നെ ആക്ഷേപിക്കുമോ എന്ന പേടിയിലാണ്. ആ നബി തങ്ങൾ എന്നോട് പറഞ്ഞാലോ, ഉപ്പാപ്പ പറഞ്ഞാലോ, മാ അദ്ദൈത ഹഖ്ഖ മുതാബഅതി, എന്നെ പിന്തുടർന്ന് ജീവിക്കേണ്ട കടപ്പാട് നീ വേണ്ടതുപോലെ വീട്ടിയിട്ടില്ല എന്നവിടുത്തെ സന്താന പരമ്പരകളിൽപ്പെട്ട എന്നോട് പറഞ്ഞാലോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം ഏറ്റവും കൂടുതൽ പൂർണ്ണമാകേണ്ടത് ബിഹുസ്നിൽ മുആമല, അല്ലാഹുവുമായുള്ള കടപ്പാട് വീട്ടി, സൃഷ്ടികളുമായുള്ള കടപ്പാട് വീട്ടി, സ്വന്തം ശരീരത്തോടുള്ള കടപ്പാട് വീട്ടി. അങ്ങനെ റബ്ബിന് തഖ്വ ചെയ്ത് ജീവിച്ചുകൊണ്ടല്ലേ ഉപ്പാപ്പയുമായി അടുക്കേണ്ടത്. ഉപ്പാപ്പ എന്നെ ആക്ഷേപിക്കുമോ എന്ന പേടിയിലാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ മഹാനായ ദാവൂദ് ത്വായി റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. നുബുവ്വത്തിന്റെ ബീജവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനിച്ച ഈ മഹാൻ ഇങ്ങനെയാണോ റബ്ബിന്റെ മുമ്പിലെത്തുന്ന സമയത്ത് ഭയപ്പെടുന്നതെങ്കിൽ എന്റെ കഥ എന്താണ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദാവൂദ് ത്വായി റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. സുഹൃത്തുക്കളെ, ഇഖ്ലാസുള്ള റബ്ബിനെ ഭയപ്പെടുന്ന തഖ്വയുള്ള ആലിമീങ്ങൾ, അതുപോലെ തഖ്വയുള്ള സാദാത്തുക്കൾ, അവരെന്നും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഞാനൊരു വലിയവനെന്ന തോന്നലില്ലാതെയും റബ്ബിന്റെ മുമ്പിൽ എന്റെ അവസ്ഥ എന്താണെന്ന ചിന്തയിലും ജീവിക്കുന്നവരായിരിക്കും കേട്ടോ. അല്ലാഹു തആല അത്തരത്തിലുള്ള സാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നാം തഖ്വയോടെ ജീവിച്ച് മരിക്കണം, തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കണം. ഏകനായ റബ്ബിനെ സ്നേഹിക്കണം, ആ റബ്ബിനെ അനുസരിക്കണം, ആ റബ്ബിൽ അർപ്പിക്കണം, ആ റബ്ബ് തരുന്നത് തൃപ്തിയോടെ സ്വീകരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. 2 ആഴ്ച മുമ്പ് ഞാനൊരു വീട്ടിൽ പോയി. എന്റെ നാട്ടിനടുത്തുള്ളൊരു വീടാണ്, വാണിമേലിലാണ്. അവിടെ പോകാൻ എന്തേ കാരണം? അവിടെ ഒരു അത്യാഹിതം നടന്ന വീടാണ്. എന്താ സംഭവിച്ചത്? അവിടെയുള്ളൊരു സ്ത്രീ, എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഭർത്താവിനോട് ചെറിയ വെറുപ്പ് വന്നതായിരിക്കാം, ഭർത്താവിനോട് വല്ലതും പിണങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തോട് പിണങ്ങിയതായിരിക്കാം. കാരണം എനിക്കറിയില്ല.
ആ സ്ത്രീ എന്ത് ചെയ്തു എന്നറിയോ? 4 വയസ്സ് പ്രായമുള്ളൊരു നഴ്സറി വിദ്യാർത്ഥി ആ ചെറിയ കുട്ടിയെയും അതിന്റെ ചുവടെയുള്ള മറ്റൊരു കുട്ടിയെയും 2 കുട്ടികളെയും എടുത്തിട്ട് നേരെ പോയി കിണറ്റിലങ്ങ് ചാടി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ 2 പിഞ്ചുമക്കളും വെള്ളം കുടിച്ചങ്ങ് മരിച്ചുപോയി. ഈ പെണ്ണോ, ആ പെണ്ണ് വെള്ളം കുടിക്കുന്ന രംഗം വന്നപ്പോ അതാ കിട്ടിയ പൈപ്പ് പിടിച്ചു, അവിടെ നിന്നു. ജനങ്ങൾ ബഹളം വെച്ച്, ആളുകൾ വന്നു, ഫയർഫോഴ്സ് വന്നു, അവളെ രക്ഷപ്പെടുത്തി. 2 പിഞ്ചുമക്കൾ മരണപ്പെട്ടു പോയി. ഈ പെണ്ണിനെ ആശുപത്രിയിലേക്കും പിന്നെ അതാ പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുപോയി. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ഈ വഅലിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ പുരുഷന്മാരുണ്ടെങ്കിൽ ചോദിക്കട്ടെ, എങ്ങനെ മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ ആത്മഹത്യകൾ ഉണ്ടാകുന്നു, കൊലകൾ നടക്കുന്നു? മൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ജസാഉഹു ജഹന്നമു ഖാലിദൻ ഫീഹാ. ഒരു ഈമാനുള്ള ശരീരത്തെ, നിരപരാധിയായ ഒരു ശരീരത്തെ വല്ലവനും വധിച്ചാൽ അവൻ ജഹന്നമിലാണ്, നരകത്തിലാണ്. ജഹന്നമെന്ന് പറഞ്ഞാലോ ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടിയോളം ചൂടുള്ള തീ. ആ തീയിലാണ് ഒരു ദിവസമല്ല, 100 കൊല്ലമല്ല, 1 കോടി വർഷമല്ല, ഖാലിദൻ ഫീഹാ, കാലകാലം ജഹന്നമിലാണ്. നിരപരാധിയെ കൊന്നവൻ കാലകാലം ജഹന്നമിലാണ്. ഈ ആയത്തിന്റെ തഫ്സീർ ഓതിയവർക്കറിയാം, അത് കുഴപ്പമില്ല, അത് അനുവദനീയമാണെന്ന വിശ്വാസത്തോടെയാണെങ്കിൽ കാലകാലം കാലകാലം കാലകാലം, അതേ കോടി 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 കോടി, ഞാൻ എൻ്റെ മരണം വരെ ആവർത്തിച്ചു പറഞ്ഞാലും തീരാത്ത കാലം മുഴുവനും ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിലാണ്. ഇനിയത് പച്ച ഹറാമാണെന്നും തെറ്റാണെന്നുമൊക്കെയുള്ള വിശ്വാസത്തോടുകൂടി ആണ് ചെയ്തതെങ്കിലോ, എന്നാലും വളരെ വലിയ നീണ്ട കാലം റബ്ബിന്റെ മഗ്ഫിറത്തില്ലെങ്കിൽ നരകത്തിൽ തന്നെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നില്ലേ? നബി കുടുംബത്തെ സ്നേഹിക്കുന്നില്ലേ? നിങ്ങൾ തങ്ങന്മാരെ ദുആ പ്രതീക്ഷിക്കുന്നില്ലേ? നിങ്ങൾ ആലിമീങ്ങളെ ദുആ പ്രതീക്ഷിക്കുന്നില്ലേ? എങ്കിൽ സർവ്വ ആലിമീങ്ങളെങ്കിലും ഗുരുവര്യരാരാണ്? സർവ്വ സയ്യിദന്മാരുടെയും ഉപ്പാപ്പയാരാണ്? അത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു മയ്യിത്ത് വന്നിരിക്കുന്നു, ഒരു ഡെഡ് ബോഡി വന്നിരിക്കുന്നു. ആ മയ്യിത്തിന് വേണ്ടി സാധാരണ നിലക്ക് മയ്യിത്ത് കൊണ്ടുവന്നാൽ നബി തങ്ങൾ ഇമാമത്ത് നിന്നാണ് നിസ്കരിക്കാറുള്ളത്. അങ്ങനെ നിസ്കരിക്കാൻ മയ്യിത്ത് കൊണ്ടുവന്നപ്പോ അത് ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യിത്താണെന്ന് നബി തങ്ങൾ അറിഞ്ഞപ്പോൾ അവിടുന്ന് മാറി നിൽക്കുന്നു. ഞാനാ മയ്യിത്തിന് നിസ്കരിക്കുന്നില്ല. അവിടുന്ന് നിസ്കരിക്കാതെ മാറി നിൽക്കുന്നു. ഫർദ് കിഫ വീടാൻ വേണ്ടി നമ്മൾ ഖവാരിജല്ലല്ലോ. ഖവാരിജ് എന്ന് മറ്റു പുത്തൻവാദികൾ ഉണ്ടായിരുന്നു. സുന്നികളൊക്കെ മുശ്രിക്കുകളാണെന്ന് വാദിക്കുന്ന ഖവാരിജ്. ആ ഖവാരിജിന്റെ വാദമാണ് വൻകുറ്റം ചെയ്താൽ ഇസ്ലാം എന്ന് പുറത്താണെന്ന വാദം. ആ വാദം നമുക്കില്ലല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിന്നിട്ട് സഹാബികളോട് നിസ്കരിക്കാൻ പറഞ്ഞു. ഫർള് കിഫ വീടാൻ വേണ്ടി. അയാൾ മുസ്ലിം അല്ലെന്ന് വിധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ മൈതാനിയിൽ മറമാടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മയ്യിത്ത് നിസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ മൈതാനിയിൽ മറമാടുന്നത്. കാഫിർ എന്ന് വിധിക്കുന്നില്ലെന്ന് മാത്രം. അതേ സമയത്ത് അതിന് കുഴപ്പമില്ല, തെറ്റില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അവൻ പച്ച കാഫറുമാണ്, അവൻ കാലകാലം നരകത്തിലുമാണ്. എത്ര ഗൗരവമുള്ളതാണ്. പക്ഷേ സുഹൃത്തുക്കളെ,
എത്ര ഗൗരവമുള്ളതാണ് ആത്മഹത്യയും മറ്റൊരാളെ കൊല്ലൽ. ചെറിയ വിഷയമാണ്. എന്തേ നമ്മുടെ സ്ത്രീകൾ ചിലർ ഇങ്ങനെ വിവരമില്ലാത്തവരായി പോകുന്നത്, ഇത്രയും വിവരമില്ലാതെയായി പോകുന്നത്? ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യാനൊരു. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഞാനുമായി നല്ല ബന്ധമുള്ള ഒരു നല്ല മനുഷ്യൻ, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അല്ലാഹു ഖൈർ ചെയ്യട്ടെ. വിവരക്കേട് വന്നു പോയ മകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഒരു ചെറിയ കുട്ടിയെയും എടുത്ത് അങ്ങനെ തന്നെ ചെന്ന് ഒരു തീവണ്ടിയുടെ മുമ്പിൽ അങ്ങ് ചാടി ഒരു സ്ത്രീ. അവൾ അങ്ങനെ തന്നെ കഷ്ടമായി പോയി. പക്ഷെ ഈ ചെറിയ പിഞ്ചു കുട്ടിയുടെ 2 കാലും വണ്ടിക്ക് കുടുങ്ങി തെറിച്ചു പോയി. കുട്ടി മരിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതിന്റെ അവസ്ഥ എന്താണ്. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. എന്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിന് ഭർത്താവുമായി ഒരു വാക്കുതർക്കം നടന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോഴേക്ക് ഞാനങ്ങ് മരിക്കുക എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും തന്നെ ആലോചിക്കാൻ പറ്റാത്ത ചിന്തയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ചെല്ലുന്നതോടുകൂടി നിന്നെ ബിരിയാണിയും വെച്ച് സൽക്കരിക്കാൻ കാത്തിരിക്കുന്നുണ്ടോ മലക്കുകൾ? എവിടുന്നാണ് ഈ ദുഷ്ട ചിന്ത വരുന്നത്? ഖബറിൽ ചെല്ലുന്നതോടുകൂടി സന്തോഷത്തോടെ നിന്നെ സൽക്കരിക്കാൻ പുതിയാപ്പിളിനെയും പുതിയ പെണ്ണിനെയും സൽക്കരിക്കാൻ നിൽക്കും പോലെ നീ ആത്മഹത്യയും ചെയ്തങ്ങ് ചെന്നാൽ ഖബറിൽ ചെല്ലുന്ന സമയത്ത് എന്നെ സൽക്കരിക്കാൻ നിൽക്കുകയാണോ ആൾക്കാർ? ഇങ്ങനെയാണ് ഈ ദുഷ്ട ചിന്ത വിവരം കെട്ട സ്ത്രീകൾക്ക് വന്നു പോകുന്നത്. ഒരിക്കലും എന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, ഏത് പ്രശ്നം സംഭവിച്ചാലും അങ്ങനെ ഒരു ചിന്ത വന്നു പോകരുതേ. ഒരാളെ കൊല്ലുകയെന്ന ചിന്ത അത് സ്വന്തം ശരീരത്തെ ആയാലും വലിയ തെറ്റ് തന്നെ. തൗബക്ക് അവസരമില്ലാതെ മരിക്കുകയല്ലേ, ആഖിബത്ത് നന്നായി മരിക്കലല്ലേ നമ്മുടെ ലക്ഷ്യം. എന്തിനാണ് നമ്മൾ ഈ സദസ്സിൽ വന്നത്? എന്തിനാണ് നമ്മൾ ആലിമീങ്ങളുടെയും മുതഅല്ലിമീങ്ങളുടെയും അഹ്ലു ബൈത്തിന്റെയും സ്ഥാപനങ്ങളിലും സദസ്സുകളിലുമൊക്കെ പോകുന്നത്? എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത്? നമ്മുടെ പരമോന്നത ലക്ഷ്യം ആഖിബത്ത് നന്നായി മരിക്കലല്ലേ. ആഖിബത്ത് നന്നാകൽ എങ്ങനെയാണ്? അവസാനം നന്നാകലല്ലേ. നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം ഏറ്റവും വലിയ വൻകുറ്റവും ചെയ്തുകൊണ്ടുള്ളൊരു മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനേക്കാൾ വലിയൊരു ആഖിബത്ത് മോശമാകലുണ്ടോ? പടച്ച റബ്ബേ, ഞങ്ങളെയോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയോ ആരെയും നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ അല്ലാഹ്. ഇനി ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, വാഹന അപകടത്തിൽ മരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് എന്റെ യുവാക്കളോട് പറയട്ടെ, നിങ്ങൾ നല്ല മോട്ടോർ സൈക്കിൾ വാങ്ങിയിട്ട് അതിന്റെ മേലെ കയറിയാൽ അഹങ്കാരം മനസ്സിൽ ചിലപ്പോ വരും. അതുപോലെ ചിലപ്പോ നല്ലൊരു വണ്ടി കയറിയാൽ ശൈത്താൻ നമ്മളെ വഞ്ചിക്കും. നമ്മുടെ മനസ്സിൽ അഹങ്കാരം വരും. അപ്പോൾ പിന്നെ മറ്റവനോടൊന്ന് മത്സരിച്ചാൽ എന്താ, അവനെ ഒന്ന് ഓവർടേക്ക് ചെയ്താൽ എന്താ, എനിക്കൊന്ന് കടകടാന്ന് പറഞ്ഞു പോയാലെന്താ, ആളുകളൊക്കെ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ എന്ന ഒരു ചിന്ത ഖൽബിലേക്ക് വരും. ആ ചിന്ത അഹങ്കാരത്തിൽ നിന്നുള്ളതാണ്. നടക്കുമ്പോൾ പോലും അങ്ങനെ ഒരു ചിന്ത വന്നുകൂടെന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ലാ തംസി ഫിൽ അർളി മറഹാ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ. നിനക്ക് ഭൂമി കീറാൻ കഴിയൂല, നീണ്ടിട്ട് നിനക്ക് പർവ്വതത്തോളം നീളാനും കഴിയില്ല. പർവ്വതത്തോളം നീളാൻ പോയിട്ട് സുബ്ഹാനല്ലാഹ്, ഈ കാണുന്ന ബൾബ് മാറ്റണമെങ്കിൽ തന്നെ കോണി വെക്കണ്ടേ നീ? എങ്കിൽ പിന്നെ നിന്റെ നീളത്തിന്റെ കാര്യം എന്ത് പറയാനാ? നിനക്ക് തിന്നാനുള്ള പഴം മൈസൂർ വാഴയുടെ മുൻമേലെയുണ്ടെങ്കിൽ പറിക്കാനെത്താതെ തുള്ളി നോക്കുന്നവനല്ലേ നീ? എങ്കിൽ പിന്നെ നിന്റെ കഥ എന്ത് പറയാനാ? അതുകൊണ്ട് നീ അഹങ്കരിച്ചുകൊണ്ട് തുള്ളിച്ചാടി നടക്കരുത്.
നടക്കണ്ട എന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ അപകടം പിടിച്ച വാഹനത്തിന്റെ മേലെ കയറി സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് എനിക്ക് പാകപ്പെടുത്തി തരുന്നത് റബ്ബാണെന്ന ചിന്തയോടെ ബിസ്മി ചൊല്ലി കാവലാക്കിയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധത വാഴ്ത്തിയിട്ട് അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി വാഹനം ഓടിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരനായ നീ മോട്ടോർ സൈക്കിളിന്റെ മേലെ കയറിയിട്ട് ചടപടയാക്കിയിട്ട് അഹങ്കാരത്തിന്റെ പോക്ക് പോകുന്നുണ്ടോ ചെറുപ്പക്കാരാ? എങ്കിൽ നീ ആ പോക്കിലങ്ങ് മരണപ്പെട്ടു പോയാൽ നീയും ആത്മഹത്യയുടെ അതേ മാർഗത്തിലാണ് കേട്ടോ. ചിലപ്പോ പണ്ഡിതന്മാർ അപകടം പറ്റി മരിച്ച വീട്ടിൽ വന്നിട്ട് അപകടം പറ്റി മരിച്ചവർക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നീ തെറ്റിദ്ധരിക്കണ്ട. അത് അപകടത്തിൽ മരിച്ചവർക്കാണ്. നീ അപകടം വലിച്ചു വരുത്തിയതാണ്, വിളിച്ചു വരുത്തിയതാണ്, നീ അപകടമുണ്ടാക്കിയതാണ്. നിനക്ക് ഷഹീദിന്റെ കൂലിയല്ല, ആത്മഹത്യയുടെ തെറ്റ് വരാനാണ് കാരണമാകുന്നത്. റബ്ബ് കാക്കട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാർ വാഹനമോടിക്കുമ്പോ നന്നായി ശ്രദ്ധിക്കണമെന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു ഒരപകടത്തിലും പെടുത്താതെ നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തണം. എൻ്റെ അടുക്കൽ 5-8 കൊല്ലത്തോളം പഠിച്ച് മർക്കസിൽ പോയി സഖാഫി ബിരുദമെടുത്ത് അതിന്റെ ശേഷം കുറ്റിയാടി ദേവാ കോളേജിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനായ അഫ്സൽ സഖാഫി വളെ അദ്ദേഹം ഇന്ന് രാവിലെ ഒരു അപകടത്തിൽപ്പെട്ടു. അല്ലാഹു തആല അദ്ദേഹത്തിന് പൂർണ്ണ സലാമത്ത് നൽകട്ടെ. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ നടക്കുകയാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരന് പരിപൂർണമായ ആഫിയത്ത് നൽകണം റഹ്മാൻ. എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി ആരോഗ്യത്തോടുകൂടെ അതിന്റെ ദീനിന്റെ ഖിദ്മത്തിന് നീ എളുപ്പം ചെയ്യണം റഹ്മാനെ, തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അതുപോലെ അപകടത്തിൽപ്പെട്ട ആര് എവിടെയുണ്ടോ എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. നാളെ ഓപ്പറേഷന് പോകുന്നവർ ഇവിടെ കയറി വരുമ്പോൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഞങ്ങളിൽ പലർക്കും ചില രോഗങ്ങളുണ്ട്, വലുതുണ്ട് ചെറുതുണ്ട്, പലരുമുണ്ട്. അല്ലാഹുവേ, ഏത് രോഗമുള്ളവർക്കും നീ സലാമത്ത് നൽകണേ റഹ്മാനെ. സിറാജുൽ ഹുദയുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ബഷീർ, ഞാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ ഫോണാണ്. ചെറിയ 11 വയസ്സുള്ള ഒരു കുട്ടി, പെട്ടെന്ന് ഒരു ചെറിയ ഊനിന്റെ രോഗം, നാളെ ഓപ്പറേഷനാണ്, ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ കുട്ടിയുടെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അതുപോലെ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്നു. ഇന്ന് മലപ്പുറം ജില്ലയിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ആര് നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരുണ്ടോ, നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് നേർച്ച നൽകുന്നവരുണ്ടോ, അവരുടെ എല്ലാ പ്രശ്നങ്ങളും രോഗങ്ങളും ഞങ്ങളുടെ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. സുഹൃത്തുക്കളെ, തഖ്വയോടുകൂടെ ജീവിച്ച് മരിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ആഖിബത്തിനെ സംബന്ധിച്ച് നല്ല ഭയമുള്ളവരായിരിക്കണം. നമ്മൾ ഞാനൊരു നല്ലവൻ, ഞാനൊരു വലിയവൻ, അങ്ങനെ ഒരു ചിന്ത ഒരാളുടെ മനസ്സിൽ വന്നു പോകും. ആഖിബത്തിനെ സംബന്ധിച്ച് നല്ല ചിന്ത വേണം. ബഹുമാനപ്പെട്ട ഇബ്നുൽ ലത്താർ റഹ്മത്തുള്ളാഹി അലൈഹി 92 ഔലിയാക്കളുടെ ചരിത്രം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ പറഞ്ഞ ഒരു വലിയ മഹാനാണ് അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ വലിയ മഹത്വമുള്ള ആളാണ്. പഠിച്ചവനെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലല്ലാതെ ഒരു സംഗതിയും വന്നു പോകരുത്, വലിയ നിർബന്ധം. ഒരു ദിവസം ഉമ്മ നല്ലൊരു കോഴിയെ അറുത്ത് ചുട്ട് മകനായ അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നീ നന്നായിട്ട് കഴിച്ചോ, ഇത് ഞാൻ തന്നെ പോറ്റിയ കോഴിയാണ്, അതുകൊണ്ട് അതിലൊരു ഹറാമും വരൂല, ഒരു സുബഹത്തും വരൂല, അതുകൊണ്ട് നീ പേടിക്കാണ്ടെത്തുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതാണ്. കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം, സുബഹത്തില്ലാത്തതാകാൻ വേണ്ടി ശ്രമിക്കണം. ഇന്ന് സുബഹത്തില്ലാത്ത ഭക്ഷണം കിട്ടുമെന്ന് അറിയില്ല. അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമ്മയോട്,
എനിക്കത് പ്രയാസമുണ്ട്. കാരണം ഞാൻ ഈ കോഴിയെ നമ്മുടെ അയൽവാസിയുടെ വീട്ടിന്റെ മോന്തായത്ത് കണ്ടിട്ടുണ്ട് ഒരു ദിവസം. അവിടുന്ന് അതൊരു വിത്തെടുത്ത് തിന്നിട്ടുണ്ട്. ആ വീട്ടുകാരനാണെങ്കിലോ അദ്ദേഹം ഒരു സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവിടെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതൊക്കെ, സൈന്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ലവരുണ്ടാവും, മോശമുണ്ടാവും. അദ്ദേഹത്തിന്റെ ഭക്ഷണമൊക്കെ ശരിയായതാണോ അല്ലേ നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് അക്കോഴിയർച്ച എനിക്ക് വേണ്ട. അത്ര സൂക്ഷിച്ച് ജീവിച്ച ആളാണ് അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ദിവസം മഹാനവറുകളുടെ അയൽവാസിയായ ഒരു മജൂസിയും തീന ആരാധിക്കുന്ന ആളാണ്. അദ്ദേഹവും വേറൊരാളും കൂടി ഷെയറായി ബിസിനസ്. അപ്പോ കച്ചവടച്ചരക്കുമായി ഇങ്ങനെ ഈ മജൂസി പോകുമ്പോ കൊള്ളക്കേറി കച്ചവടത്തിലുള്ള എല്ലാ കച്ചവട സാധനങ്ങളും കൊള്ള ചെയ്തു. ഈ വിവരം അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. നാട്ടിൽ കൂടുതൽ ആളുകളോട്, ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മളൊന്ന് നമ്മുടെ തൊട്ടടുത്ത അയൽവാസിയായ മജൂസിനെ കാണാൻ പോകാം. അതെന്തിനാ? അദ്ദേഹത്തിന്റെ കൂറുകാരന്റെ കൂടെയുള്ള കച്ചവടം കവർച്ച ചെയ്തു പോയിട്ട് വലിയ മുസീബത്ത് പറ്റി നമ്മുടെ അയൽവാസിയായ മജൂസിക്ക്. അമുസ്ലിം സഹോദരനോടും സൗഹാർദ്ദത്തിലല്ലേ ജീവിക്കേണ്ടത്. തീവ്രവാദിയും ഭീകരവാദിയും വർഗീയവാദിയും ആകാൻ പാടില്ലല്ലോ. അവിടെ നമുക്ക് അയാളെ പോയി കണ്ണോക്ക് കാണോ, അയാൾക്ക് വലിയ നഷ്ടം പറ്റിയിട്ടുണ്ട്. അയൽവാസി എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു കടപ്പാടുണ്ട്. നമ്മൾ പോവാതെ ഓ ബിസിനസ്സുകാരെ, തൊഴിലാളികളെ, കൃഷിക്കാരെ, ഈമാന് വേണേ. ഈ മജൂസിയുടെ വാചകം കണ്ടോ നിങ്ങള്? എന്റേത് മറ്റവൻ കട്ടതല്ലേ, കവർച്ച ചെയ്തതല്ലേ, ഞാൻ മറ്റൊരാളുടേത് കവർച്ച ചെയ്തിട്ടില്ലല്ലോ. അല്ല എനിക്ക് തന്ന നിഅമത്താണല്ലോ, റബ്ബിന് ശുക്ർ വേണമല്ലോ. രണ്ടാമതായി, എന്റെ സ്വത്തിന്റെ പകുതിയാണ് കവർച്ച ചെയ്തു പോയത്, പകുതി എന്റെ അടുക്കൽ തന്നെ ബാക്കിയുണ്ടല്ലോ. എന്റെ പകുതിയല്ലേ പോയിട്ടുള്ളൂ, പകുതി എന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. മൂന്നാമതായി, എന്റെ പണമല്ലേ പോയിട്ടുള്ളൂ, എന്റെ മതം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, എന്റെ മതവിശ്വാസത്തിന് തകരാറ് പറ്റിയിട്ടില്ലല്ലോ, എന്റെ പണമല്ലേ പോയിട്ടുള്ളൂ. ഒരു വലിയ കച്ചവടത്തിലങ്ങ് പൊളിഞ്ഞു പോയാൽ, കടത്തിൽ മുങ്ങിപ്പോയാൽ ആത്മഹത്യ ചെയ്ത് മരിക്കാമെന്ന് ചിന്തിക്കുന്ന ചില മുസ്ലിമീങ്ങളില്ലേ? സുബ്ഹാനല്ലാഹ്, അവരുടെ കഥ എന്താണ്? അവര് ദീനല്ലേ നശിപ്പിക്കുന്നത്, പണം പോയതിന് ദീന് നശിപ്പിക്കുകയോ? സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോൾ മഹാനായ അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത സന്തോഷം. അയാളെ പറഞ്ഞ വാക്കൊക്കെ കുറിച്ചെടുക്കും മക്കളെ. അയാൾ മജൂസിയാണെങ്കിലും തർക്കമില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ കുറിച്ചെടുക്കണം. അദ്ദേഹത്തിന്റെ വാക്കിൽ ഇസ്ലാമിന്റെ പരിമളമുണ്ട്. ഒരു ഇസ്ലാമിന്റെ ആള് പറയേണ്ട വർത്തമാനമാണ് അയാൾ പറയുന്നത്. കുറിച്ചെടുക്കണം. അത് പറഞ്ഞത് കൊണ്ട് പറഞ്ഞിട്ട് അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു അവിടെ. അപ്പൊ ഇയാള് അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഒന്ന് നോക്കി. അപ്പോൾ ഒരു ചാൻസ് കിട്ടിയല്ലോ. അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ബഹ്റാം. ആ മജൂസിന്റെ പേര് ബഹ്റാം. ഓ ബഹ്റാം, നീ എന്തിനാണ് തീൻ ആരാധിക്കുന്നത്? മജൂസിന്റെ പരിപാടി തീൻ ആരാധിക്കല. അയാൾ പറഞ്ഞു, തീ എന്നെ കരിക്കാതിരിക്കാൻ. പിന്നെയോ, ഞാൻ ആ തീക്ക് ധാരാളം വിറക് കൊടുത്തിട്ടുണ്ട്, അപ്പൊ എന്നെ അത് ചതിക്കൂല. ഞാൻ ഒരുപാട് വിറക് കൊടുത്തിട്ടുണ്ട് തിന്നാൻ, അതുകൊണ്ട് തീ എന്നെ ചതിക്കൂല. അതിന്റെ പുറമെ ഈ തീനെ ആരാധിച്ചിട്ട് തീ മുഖേന എനിക്ക് പടച്ചവന്റെ അടുക്കലെത്തണോ? സുബ്ഹാനല്ലാഹ്, തീ ഒരു ദൈവമാണ്, പടച്ചവന്റെ കൂറുകാരനാണ് എന്നാണ് ഈ ബഹ്റാമിന്റെ വിശ്വാസം. ബഹ്റാമിനോട് അഹ്മദ് ഇബ്നു ഹർബ് തങ്ങൾ പറഞ്ഞു, നീ വലിയ അബദ്ധത്തിൽ പെട്ടുപോയി ബഹ്റാമേ. അതെന്തേ? ഈ തീ എന്ന് പറഞ്ഞാൽ ദുർബലമാണ്, ജാഹിലാണ്, ഒരു കഴിവ് അതിനില്ല, അതിന്റെ പുറമെ ഒരു വിവരമില്ല.
പിന്നെയോ വലാ വഫാ അലഹാ, അതൊരിക്കലും തന്നെ കടപ്പാട് വീട്ടൂല. പിന്നെയോ നിന്റെ വിചാരം കളവാണ്, നിരർത്ഥകമാണ്. ഞാനത് പറഞ്ഞുതരാം, ബുദ്ധിപരമായി പറഞ്ഞുതരാം. അമ്മാ ദുഅഫുഹാ, അതിന്റെ ദുർബലമാണ് ഞാൻ പറയാൻ കാരണം, ഒരു ചെറിയ കുട്ടി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് അതിൽ ഒഴിച്ചാൽ പിന്നെ മൂപ്പരെ കാണൂല, അത്രയും ശക്തിയുണ്ട്. ഒരു ചെറിയ കുട്ടി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ മതി, അപ്പോഴേക്ക് പിന്നെ അതിനെ കാണാൻ കിട്ടൂല. അല്ലെ കുറച്ച് മണ്ണ് വാരിയിട്ടാ മതി, പിന്നെ അതിനെ കാണാൻ കിട്ടൂല. അങ്ങനത്തെ ഈ സാധനമാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന പടച്ചവനിലേക്ക് നിന്നെ എത്തിക്കുന്നത്? ഈ ദുർബലമായ സാധനത്തിന് അതിന് സാധ്യമല്ല. സ്വന്തം ശരീരത്തെ തൊട്ട് ഒരു പിടി മണ്ണ് വാരി എറിയുമ്പോ അവിടെ കെട്ടുപോവുകയല്ലാതെ മണ്ണിനെ തടുക്കാൻ കഴിയാത്ത, ഒരു ബക്കറ്റ് വെള്ളത്തെ തടുക്കാൻ കഴിയാത്ത ഈ തീക്ക് നിന്നെ തൊട്ട് അദാബിനെ തടുക്കാൻ കഴിയോ? പിന്നെയോ മറ്റൊന്ന് ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, അതിന് വിവരമില്ലാതെ ഞാൻ പറയും. അങ്ങനെ പറയാൻ കാരണം അറിയോ? നീ നല്ല എ ക്ലാസ് കസ്തൂരിയും അത്തറും ഊതും ഒക്കെ കൊണ്ടുവെക്കുക, അതിന്റെ ഇപ്പുറത്ത് കുറച്ച് ഉണക്ക് ചാണകവും കൊണ്ടുവെക്കുക, രണ്ടും ഒരുപോലെ കത്തിക്കും തീ. കാരണം ഇത് കസ്തൂരിയാണ്, അത് ഊതാണ്, അത് അത്തറാണ്, ഇത് നജസാണ്, അതൊന്നും അതിന് അറിഞ്ഞൂടാ. അത്ര വിവരം കെട്ട സാധനമാണ് ഈ തീ, അതിന് നല്ല ഉമ്പെടുക്കും അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിന് വഫാ ഇല്ല, അത് ഒരിക്കലും തന്നെ അത് ചതിക്കുന്നതാണ്, അത് വാക്ക് പാലിക്കുന്നതോ കടപ്പാട് വീട്ടുന്നതോ അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നിനക്ക് മനസ്സിലാകാൻ ഞാൻ പറയട്ടെ. നീ 10-70 കൊല്ലമായില്ലേ തീയിനെ ആരാധിക്കുന്നു അല്ലേ? എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ തീയിനെ ആരാധിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നീ വരൂ, നമ്മൾ രണ്ടാളും നമ്മളെ കൈയൊന്ന് തീയിൽ വെക്കുക. എന്റെ കൈ ഞാനും വെക്ക, നിന്റെ കൈ നീയും വെക്കുക. എന്നിട്ട് നീ നിന്നോട് തീ, അതാ നിന്നോട് വല്ല കടപ്പാടും വീട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഞാൻ അതിനെ ഇന്ന് വരെ ആരാധിച്ചിട്ടില്ലല്ലോ. അങ്ങനത്തെ ഞാനും വെക്ക, നീയും വെക്ക, രണ്ടാളും കൈയൊന്ന് വെക്ക. നമ്മൾ ഏതാ കരിയുന്നതെന്ന് നോക്കുക അല്ലേ? ഇതങ്ങ് പറഞ്ഞപ്പോ ഈ മജൂസിയുടെ മനസ്സിലാ പറഞ്ഞ വാചകങ്ങൾ തെറിച്ചു. കാരണം ഇദ്ദേഹം എന്റെ എതിരാളിയല്ല, ഇദ്ദേഹം എന്റെ വിരോധിയല്ല. ഇദ്ദേഹം എനിക്കൊരു ചെറിയ നഷ്ടം വന്നപ്പോ എന്നെ കണ്ണോക്ക് കാണാൻ വേണ്ടി വന്ന പണ്ഡിതനാണ്, നല്ല സൗമ്യതയുള്ള പണ്ഡിതനാണ്. ഇദ്ദേഹം വർഗീയവാദിയല്ല, ഇദ്ദേഹം നല്ല സൗമ്യതയുള്ള പണ്ഡിതനാണ്. മറ്റൊന്ന്, ഞാനൊരു നല്ല കാര്യം 3 കാര്യം പറഞ്ഞപ്പോ ശിഷ്യന്മാരോട് പറഞ്ഞ് എഴുതിയെടുക്കുന്ന പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു അഹങ്കാരമൊന്നുമില്ല. അപ്പൊ ശിഷ്യന്മാരോ പോലും മൂപ്പര് ചെറുതായി പോലോ ഞാൻ വലുതായി പോലോ അങ്ങനത്തെ ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറഞ്ഞ് എഴുതിയെടുക്കുന്ന പറഞ്ഞത്. എന്റെ വാചകത്തിന് ഇസ്ലാമിന്റെ മണമുണ്ടെന്നാ പറഞ്ഞത്. ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഇയാൾ പറഞ്ഞ സംഗതിയൊക്കെ റെഡിയല്ലേ, പറഞ്ഞൊക്കെ റെഡിയല്ലേ? അദ്ദേഹം ചോദിക്കുകയാണ്, ഞാനൊരു 4 കാര്യം നിങ്ങളോട് ചോദിക്കും ശൈഖേ. ആ 4 കാര്യത്തിന് നിങ്ങൾ മറുപടി തന്നാൽ ഞാൻ നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാം. മഹാനായ ശൈഖ് അവറുകൾ പറഞ്ഞു, നീ ചോദിച്ചോളൂ. ഒന്നാമതായി തന്നെ ചോദിക്കുകയാണ്, സൃഷ്ടികളെ അല്ലാഹു പടച്ചതെന്തിനാണ് ശൈഖേ? രണ്ടാമത് ചോദിക്കട്ടെ, സൃഷ്ടികൾക്ക് പടച്ചവൻ ഭക്ഷണം കൊടുക്കുന്നത് എന്തിനാണ്? മൂന്നാമത് ചോദിക്കട്ടെ, സൃഷ്ടികളെ പടച്ചവൻ മരിപ്പിക്കുന്നത് എന്തിനാണ്? നാലാമത് ചോദിക്കട്ടെ, മരിച്ചാൽ പിന്നെ ജീവിപ്പിക്കുന്നത് എന്തിനാണ്? അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൃഷ്ടികളെ അല്ല പടച്ചത് അള്ളാനെ അറിഞ്ഞുകൊണ്ട് അവനെ അനുസരിച്ച് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനാണ്. ഓ ചെറുപ്പക്കാരാ, നീ സുബ്ഹി ഖളാക്കാറുണ്ടോ? നീ നിസ്കാരം നഷ്ടപ്പെടുത്താറുണ്ടോ? അല്ല കൽപ്പിച്ച നോമ്പൊടിക്കാറുണ്ടോ? പടച്ചവൻ കൽപ്പിച്ച സക്കാത്ത് കൊടുക്കാതെ നിന്റെ പണം കെട്ടിപൂട്ടി വെക്കുന്നുണ്ടോ? പടച്ചവൻ കൽപ്പിച്ച ഇബാദത്തുകൾ നീ കൈയൊഴിക്കുന്നുണ്ടോ? എങ്കിൽ നിന്നെ റബ്ബ് പടച്ചത് എന്തിനാണെന്ന് ഓർക്കണേ. സ്വന്തം ബാപ്പായെയും ഉമ്മയെ നീ നിന്ദിക്കുന്നുണ്ടോ? അവരെ അവഗണിക്കുന്നുണ്ടോ?
ഭാര്യയോട് അക്രമം ചെയ്യുന്നുണ്ടോ, അയൽവാസികളോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടോ, കുടുംബ ബന്ധം മുറിക്കുന്നുണ്ടോ, നീ പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നുണ്ടോ, നീ സയ്യിദന്മാരെ നിന്ദിക്കുന്നുണ്ടോ, നീ പ്രായമുള്ളവരെ അവമതിക്കുന്നുണ്ടോ, നീ കുട്ടികളോട് കാരുണ്യം കാണിക്കാതെ നീ കുട്ടികളോട് ഹുങ്ക് കാണിക്കുന്നുണ്ടോ, നീ സമൂഹത്തിൽ കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ടോ, നീ തീവ്രവാദിയും ഭീകരവാദിയുമായി ജീവിക്കുന്നുണ്ടോ, നീ വർഗീയവാദിയായി ജീവിക്കുന്നുണ്ടോ, അതല്ല നീ യജമാനനായ റബ്ബിനെ ഇബാദത്തെടുത്ത് അവന് കീഴ്പ്പെട്ട് വണക്കം ചെയ്ത് ജീവിക്കുന്നുണ്ടോ? ചിന്തിക്കണേ ചെറുപ്പക്കാരാ. പടച്ചവൻ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ആരാധിക്കാനാണ്. പിന്നെയോ അല്ലാഹു തആല അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവിനെ അവരറിയാനാണ്. അവൻ ഭക്ഷണം തന്നില്ലെങ്കിൽ ഞാൻ പട്ടിണിയല്ലേ, എനിക്ക് പണമുണ്ടായിരുന്നാലും അവൻ എൻ്റെ വയറ്റിനൊരു ക്യാൻസർ തന്നാൽ, എൻ്റെ തൊണ്ടക്കൊരു ക്യാൻസർ തന്നാൽ എൻ്റെ ഭക്ഷണം മുടങ്ങിയില്ലേ? പണമുള്ളത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയോ? അല്ലാഹു അത്തരത്തിലുള്ള സർവ്വ രോഗങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, അവന്റെ ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങിയിട്ട് സുബഹി നിസ്കരിക്കാതിരിക്കുകയോ, അവന്റെ ഭക്ഷണവും കഴിച്ച് ഇവിടെ ജീവിച്ചിട്ട് പിന്നെയും അവൻ കാണെ തന്നെ ഹറാമ് പ്രവർത്തിക്കുകയോ, നീ അന്യ പെണ്ണിനെ ടെലിഫോൺ ചെയ്യുകയോ, നീ അന്യ സ്ത്രീയെ വിളിച്ച് ശല്യം ചെയ്യുകയോ, നിന്റെ ഭാര്യയെ നീ അവിടെ കിടത്തിയിട്ട് അന്യ പെണ്ണിനെ ഫോൺ ചെയ്യുകയോ, അന്യ പെണ്ണിനെ വിളിക്കുകയോ, നീ അല്ലാഹുവിന്റെ ഭക്ഷണവും കഴിച്ച് അവന്റെ ഭൂമിയിലിരുന്ന് തോന്നിവാസം ചെയ്യുകയോ, ആലോചിക്കണേ മനുഷ്യ. ഓ സ്ത്രീകളെ, സ്വന്തം ഭർത്താവ് വാങ്ങിത്തന്ന ഭക്ഷണവും കഴിച്ചിട്ട്, അല്ലാഹുവിന്റെ ഭക്ഷണവും കഴിച്ചിട്ട്, ഭർത്താവ് തന്ന വീട്ടിലിരുന്നിട്ട് അന്യപുരുഷനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയോ? ചിന്തിക്കണേ ഉമ്മമാരെ. റബ്ബിത് കാണുന്നില്ലേ? അവന്റെ ഭക്ഷണം കഴിക്കുന്നവരല്ലേ? മൂന്നാമത്തെ ചോദ്യം, അവരെ മരിപ്പിക്കുന്നത് എന്തിനാണെന്നല്ലേ? അവരെ മരിപ്പിക്കുന്നത് അവന്റെ ഏകത്വവും അവന്റെ ദൈവീകതയും അവരറിയാനും അല്ലാഹുവിന്റെ അധികാരവും അല്ലാഹുവിന്റെ മഹത്വവും അവരറിയാനാണ്. എത്ര വലിയ കൊമ്പനാണെങ്കിലും ശരി, ഇവിടെ മരിച്ചു പോകുമ്പോ തടുക്കാൻ ഒരു രാജാവിനും കഴിയൂല, ഒരു പണക്കാരനും കഴിയൂല. റബ്ബിന്റെ അധികാരം ബോധ്യപ്പെടുത്താനാണ് മരണം. പിന്നെയോ അവരെ ജീവിപ്പിക്കുന്നത് അവന്റെ കഴിവ് അവരെ ബോധ്യപ്പെടുത്താനാണ്, അവന്റെ അറിവ് ബോധ്യപ്പെടുത്താനാണ്. നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കൽ അവനൊരു പ്രശ്നമല്ല എന്നതും, അവൻ ഈ പടച്ച സ്വർഗവും നരകവും ഒക്കെ കാണിച്ച് അവന്റെ കഴിവിനെ സംബന്ധിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഈ 4 മറുപടി കേട്ടപ്പോ ബഹ്റാം ചോദിക്കുന്നു, ഇസ്ലാമിലേക്ക് വരാൻ എന്താ വേണ്ടത്? അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് ആരെയും കടത്താറില്ല. വാളുകാട്ടിയിട്ട് വരൂ ഇസ്ലാമിലേക്ക് എന്ന് പറയുന്ന ഏർപ്പാടല്ല, പ്രലോഭനമല്ല, പ്രകോപനമല്ല, അക്രമമല്ല, നിർബന്ധമല്ല. മറിച്ച് സ്വമേധയാ മനസ്സറിഞ്ഞു വന്നാലേ ഇസ്ലാമിലെത്തൂ. അതിനെന്ത് വേണം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, അല്ലാഹു നിയോഗിച്ചേച്ച തിരുദൂതരാണ് റബ്ബിന്റെ. അത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിച്ചാൽ ഇസ്ലാമിൽ കടന്നു കഴിഞ്ഞു. ബഹ്റാം ഉടനെ തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇതങ്ങ് ചൊല്ലിയപ്പോൾ അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ ശബ്ദം, ആ ശബ്ദത്തോടെ മറിഞ്ഞങ്ങ് വീണു. ബോധം കെട്ടുപോയി. ബോധം തെളിഞ്ഞപ്പോൾ അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്ത് സംഭവിച്ചു ശൈഖേ? മഹാനവർകൾ പറഞ്ഞു, എന്റെ മനസ്സിലൊരു ചിന്ത വിളിക്കപ്പെട്ടു. എന്റെ ചിന്ത എന്തായിരുന്നു? ബഹ്റാം 70 കൊല്ലം തീയനെ ആരാധിച്ചു. അവസാനം ആഖിബത്ത് നന്നാകാൻ നിമിത്തമായി പോയി. അവസ്ഥ നന്നായി പോയി. അന്ത തഅബുദുല്ലാഹ
നീ അല്ലാഹുവിനെ ആരാധിക്കുന്നു. അതേ 80ഓളം കൊല്ലമായി നിന്റെ അവസാനം എന്താണെന്നറിയില്ലല്ലോ. ഈ ഒരു ചിന്ത എന്റെ കൽബിലിങ്ങ് വന്നപ്പോ ഞാൻ അട്ടഹസിച്ച് ബോധം കെട്ട് വീടുപോയി. സുഹൃത്തുക്കളെ, വേലത്ര പറഞ്ഞിട്ടെന്താണ്, ഏത് ആലിമായിട്ടെന്താണ്, ഏതാളായിട്ടെന്താണ്, ആഖിബത്ത് നന്നായി കിട്ടണ്ടേ. ആ ചിന്തയിൽ നമ്മുടെ മനസ്സിനെ തളച്ചിടാൻ റബ്ബ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമുക്കെല്ലാവർക്കും, നമ്മെ സ്നേഹിച്ചവർക്കും, നമ്മുടെ സംഘടനകളെയും സംരംഭങ്ങളെയും സ്ഥാപനങ്ങളെയും സഹായിച്ചവർക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും അല്ലാഹു തആല ആഖിബത്ത് നന്നാക്കി തരട്ടെ.